എൻ്റെ പേര് ശ്രീജേഷ്. ശ്രീകുട്ടൻ എന്ന് എല്ലാവരും വിളിക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ തൊത്തിനെ കിടന്ന് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ കഥയല്ല. ഇത് ആഫ്രിക്കൻ പായൽ എന്ന് അഭിനനാമമുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ കഥയാണ്. വാഴക്കൂട്ടുകാരൻ. ശരിക്കും ഇന്ന് പറയാതിരിക്കുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, പറഞ്ഞല്ലേ പറ്റൂ. പിന്നെ പായലെന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. എല്ലാ കാര്യത്തിനും മുന്നിൽ കാണും. അതേ കൂട്ട് തന്നെ അങ്ങ് ഒഴുകി അങ്ങ് പോകും. പറ്റിക്കുന്നത് ഇവൻ്റെ മെയിൻ ഹോബി. ഫോർ എക്സാമ്പിൾ, അമ്മാമ ഇത് ഞാൻ അജിതൻ. ഒരു 500 രൂപ കാണുമോ ഗൂഗിൾ പേ ആയിട്ട്? അല്ല ഒന്ന് നോക്കി കാണും എന്നുവെച്ചാൽ വണ്ടിയുടെ പെട്രോൾ ഒന്ന് വഴി കിടക്കുക. അപ്പോൾ 6 മണിക്കുമ്പോൾ വീട്ടിൽ ഒന്ന് നോക്കണേ. ആ ആ ആ ശരി. അതിനൊക്കെ വണ്ടിയില്ലല്ലോ. ഇല്ല, 500 രൂപ കിട്ടിയില്ലേ? മന്തി അടിക്കണ്ടോ? പിന്നെ ഞങ്ങളുടെ പ്രധാന വിനോദം എന്ന് വെച്ചാൽ എല്ലാവരെയും പോലെയൊക്കെ തന്നെ വൈകുന്നോട്ടം. 4 മണിയാണ്. വണ്ടിയുടെ താക്കോല്, സൈക്കിളിന്റെ താക്കോല്. അങ്ങനെ അതെപ്പോഴും സെക്കൻഡ് ഹാൻഡാണ് നോക്കി നടക്കണം. മക്കളെ, മക്കൾക്ക് ജോലിയൊന്നും ആയില്ലയോ? അമ്മാവ ഞങ്ങൾ പ്ലസ് പഠിക്കുന്നേ ഉള്ളൂ. എന്നാ മക്ക അപ്പാവൻ്റെ കയ്യില് വേറെ ചോദ്യമുണ്ട്. മക്കൾക്ക് 10ൽ എത്ര പ്ലസ് ഉണ്ടായിരുന്നു? അല്ല അത് പറഞ്ഞിട്ട് മക്കളെ. അയ്യോ, പിള്ളേര് പോയി. അവിടെ കുറച്ചു നേരം കൂടെ നിന്നായിരുന്നു. അങ്ങനെ ഷവർമ അരിഞ്ഞു വിട്ട് അരിഞ്ഞേനെ നമ്മളെ. ജോമോനല്ലേ നിൽക്കുന്നേ? ഇത് ജോമോൻ. സുന്ദരൻ, സുമുഖൻ, സൽസ്വഭാവി. പിന്നെ ലേശം ഭ്രാന്ത്, വണ്ടി ഭ്രാന്ത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ കിടിലൊരു വണ്ടി കാണാനായത്. വോക്കൽ ക്ലാരിറ്റി അടിപൊളി വോക്കല്. അത് 1 കിലോമീറ്റർ അപ്പുറത്ത് വിട്ട് അതിന്റെ സൗണ്ട് കേൾക്കായിരുന്നു. കിടിലൻ വണ്ടിയായിരുന്നു. ഞാൻ കെട്ടിപ്പോയി. ആ ക്ലാരിറ്റി, വോക്കൽ ക്ലാരിറ്റി ചെയ്ത് കിടിലൻ വണ്ടി ചെയ്തത്. അടിപൊളി വണ്ടി വെച്ചാൽ അടിപൊളി വണ്ടി. ശ്രീകുട്ടാ മതിയടാ, കൊറേ നാൾ വണ്ടി ഞങ്ങൾ കേട്ടോണ്ടിരിക്കും. നീ ഇത്രയും പറഞ്ഞ മതി. എന്റെ വണ്ടി പുസ്തകം. അങ്ങനെ ഇരിക്കുന്ന സമയത്താ പായലിന്റെ കാലയിൽ ഒരു വള്ളി വിട്ട്. എന്ന് വെച്ചാ ഞങ്ങളെ മൊത്തത്തിൽ എന്നെ മനസ്സിലായി. ഇല്ല, ആരാ? എന്നാലും ആരായിരിക്കും? സുഗന്ധി. നിന്നെ ഉണ്ടാക്കിയാ എപ്പോഴും താഴോട്ടൊക്കെ ഇറങ്ങും. ഹലോ, ആരാ? ഹലോ. എടാ മോനെ, ഇത് ഞാനാ, ഭാസ്കരമാനാ. എടാ, നിങ്ങൾ അന്ന് വഴി വെച്ച് കണ്ടില്ലായിരുന്നോ? മനസ്സിലാണോ? മോൻ അന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ത്? എത്ര A+ ആണെന്ന്? എല്ലാ നാട്ടിലും കാണും ഇങ്ങനെ സെഞ്ചുറി അടിച്ചെടുക്കുന്നുണ്ട്. പറഞ്ഞോട്ട് കൊള്ളത്തില്ല. രസൂട്ടാ അങ്ങോട്ടാ കുളിച്ചൊരുങ്ങി. ശരിയാ. നോക്ക്. കാഴ്ചക്കാരൊക്കെ ആയിരിക്കും. അതൊക്കെ നിനക്ക് അസൂയ. എന്നോട് ആരാ പറഞ്ഞ എന്റെ സീറ്റൊക്കെ ഇറങ്ങി? ആണ് ഇങ്ങോട്ട്. പിന്നെ നീ എന്നെ പണി നോക്കാം. ഇരുന്നു. അതുകൊണ്ടോ സുഖം. കൊണ്ടാണെങ്കിൽ അവിടെ ഒരു റബ്ബർ ബാൻഡ് എടുത്ത് വെച്ച് ഇങ്ങനെ അതിന്റെ വരും. അത് വേണം മതിനാക്കാനറിയും. എനിക്കൊരു കാര്യം പറയാനുണ്ടോ? ചോദിക്കും.
ചുമ്മാ നമുക്കൊന്ന് കാണണ്ടേ ചോദിച്ചാൽ ചോദിക്ക് നമുക്കൊന്ന് കാണണ്ടേ കാണാന്ന് നാളെ എപ്പോഴാ നാളെ പോലെ നാളെ കമ്പനി ആകുമ്പോൾ വരാൻ പറ എണ്ണീക്കണം നാളെ ആവശ്യമാ നാളെ സ്ഥലം എവിടാന്ന് ചോദിക്കും സ്ഥലം പറഞ്ഞ പേരക്കോട് ആ ശരി അവിടെ നട്ടേന്ന് ചോദിക്കും പേരക്കോട് ലൊക്കേഷൻ ഇടാൻ ചോദിക്കാം ഇതെന്തൊക്കെ നോക്കാം അവിടെ ചെന്ന് എൻ്റെ വീട് ചോദിച്ചാൽ ആദ്യം പറഞ്ഞു എന്നാ ശരി എന്നാ തപ്പി കണ്ടുപിടിക്കുന്നു അപ്പൊ നാളെ നീ വരുന്നോ ഇല്ലല്ലോ നീ വരുന്നില്ല ഒരു സൈക്കിളല്ലേ പോകുന്നത് ആ സൈക്കിളെ പോയി ഒരു ഒറ്റ സീറ്റേ ഉള്ളൂ അതെ അന്നത്തെ 500 രൂപ 250 രൂപ ബാക്കിയിരിക്കുന്നു എത്ര ഇത് 150 രൂപ 50 രൂപ ആ ഗൂഗിൾ പേ വീട്ടിൽ വഴി പഠിക്കും നാളെ കാണാം ചിക്കൻ ബിരിയാണി എടുക്കാം എന്നാ അല്ല ഒരു പ്രശ്നമുണ്ട് എന്ത് വിനീത് പ്രശ്നമാ അത് ഭയങ്കര പ്രശ്നമാ നീ ഇത് കേൾക്കണം 2022 ഓണപ്പരിപാടിക്ക് ഞങ്ങൾ വരുന്നു ആകാംക്ഷ മൂത്ത് ഞാനിവനെ ഇവിടുത്തെ പൊതിചേരിക്ക് പുതുക്കി പകരം ഇതിന്റെ തലയെടുത്ത് പൊട്ടിച്ചവനല്ല അവൻ ദേവലക്കോട് ആർച്ചിന്റെ അവിടെ പോലും കണ്ടേക്കില്ലെന്ന് അവൻ പറഞ്ഞേക്കും വെറുതെ വെട്ടിക്കൂട്ടിക്കണം ആ സ്ഥാനം റിസ്കൊക്കെ ഞങ്ങൾ ചെയ്യണം അങ്ങനെ അവനെ വയ്യാത്ത ആരോഗ്യം കൊടുക്കണം എന്നാ ശ്രീകുട്ടാ മോനെ നാളെ ചെറുതായിട്ട് സ്ലിപ്പായി കാര്യമാക്കണ്ട ബൈ